ഒരു ചെറിയ റേറ്റിൽ സർവീസ് ചെയ്ത് നോക്കിയെടുക്കാമല്ലോ വെച്ചിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ കവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. കവറിങ് ഒക്കെ കംപ്ലീറ്റ് അഴിച്ചു കളയാൻ കാരണം എന്ന് വെച്ചാൽ 2 സ്പീക്കർ അടിപൊളി സ്പീക്കറാകും. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കറാണിത്. ചുറ്റും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിൽ 3 സൈഡിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡ് ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് വരുന്നത് വെച്ചാൽ ഈ ബാറ്ററിയാണ്. പിന്നെ ഇതിനൊക്കെ ഏകദേശം ഒരു നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 700 രൂപ മുതലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിലും കുറവുള്ള സാധനങ്ങളുണ്ട്. ഈ ബാറ്ററി പറ്റ കംപ്ലൈൻ്റ് ആവും. ഏകദേശം 2 മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും സാധനം കംപ്ലൈൻറ്റ് വരും. പിന്നെ ഈ ബാറ്ററി മാറ്റലാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇതിൻ്റെ മെയിനായി ഇത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ 2 സ്പീക്കർ, അത് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സ്പീക്കറാവും. അപ്പോൾ ഈ 2 സ്പീക്കർ വെച്ചിട്ട് ചെറിയ ആംപ്ലിഫയറിൻ്റെ ഒക്കെ ബോർഡ് വെച്ച് ചെയ്താൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതൊക്കെ എടുത്തത്. ഇതതിൻ്റെ ലൈറ്റാണ്. അത് ഈ ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യണതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലൈറ്റ് എത്തും. അത് പകുതി അഴിച്ച് ഇനി ഇത് ഈ 4 സ്ക്രൂ കൂടെ അഴിച്ചു കഴിഞ്ഞാൽ സാധനം കംപ്ലീറ്റ് എടുക്കാം. അപ്പോൾ അഴിക്കാനും അതേപോലെ ഇത് ചെയ്യാനും നേരം കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന്. ഞായറാഴ്ച ആകുമ്പോഴേ നേരം കിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കാനും പറ്റില്ല. ഈ ബോർഡും അഴിച്ചു നോക്കുമ്പോൾ കംപ്ലൈൻ്റാണ്. മെയിനായിട്ട് ബാറ്ററി അതേപോലെ ഈ ബോർഡിലും. ഇങ്ങനെയുള്ളൊക്കെ സ്പീക്കർ കിട്ടുമ്പോൾ നല്ലൊരു ഉപകാരമുള്ള ഈ 2 സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന സ്പീക്കറുകളാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സർവീസിങ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ സ്പെയറുകളാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് സ്പെയറുകളാണ്. അത്യാവശ്യം എല്ലാ സർവീസിങ് ചെറിയ സ്പെയറുകളാണ്. ഇതിനൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അധികം പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഒരു ചെറിയ സ്പെയർ ആണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റിലാണ്. പക്ഷേ ഉപകാരങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു സ്പെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം നല്ല നടക്കേണ്ടി വരും. USB പോർട്ട്, ട്രാൻസിസ്റ്ററുകൾ, ഇത് റെസിസ്റ്ററുകളാണ്. ഇതൊക്കെ ഫുള്ള് റെസിസ്റ്ററുകളാണ്. അതേപോലെ എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടക്കി വെക്കാനും വീടിൻ്റെ പണിയായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് അഴിച്ച് ഇതിൻ്റെ സ്പീക്കർ ഇപ്പോൾ അഴിച്ചെടുക്കാത്തത് എന്താ വെച്ചാൽ ഇത് അഴിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ആ രീതി ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചാണ്. ഇത് അഴിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു കേസിലാക്കി എടുക്കണം. ഇത് കംപ്ലൈൻറ്റ് അധികം വന്നില്ല, അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കാനും മടി.